അസ്സലാമു അലൈക്കും. ഒരു പാട്ടും കൂടി കുട്ടിപ്പാട്ട് പാടി നോക്കാം. ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകൾക്കുത്തമിയാമിന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകൾക്കുത്തമിയാമിന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു. പഴുതുന്നടയ്ക്കുവാൻ ശീലത്തുമ്പില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ള സുഖമായി ഉറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു, മൂർജിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിൻ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുകൾ തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മാനദാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പുരട്ടി നബി. സിദ്ദീഖിൻ ഉഗ്രവിഷമിറങ്ങി. ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകൾക്കുത്തമിയാമിന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്.